നമുക്ക് എപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ PS അച്യുതാനന്ദൻ്റെ ജീവിതത്തിൽ എക്കാലം സ്മരിക്കപ്പെടുന്ന ഒന്നാണ് TP ചന്ദ്രശേഖരൻ വധത്തിന് പിന്നാലെയുള്ള വടകരയിലേക്ക് അദ്ദേഹം നടത്തിയ യാത്ര. PPM-നെ പ്രതിരോധത്തിലാക്കിയുള്ള യാത്ര ഓർമ്മിച്ചെടുക്കുകയാണ് TPയുടെ ഭാര്യ KK രമ MLA. വിപ്ലവ സ്മരണകൾ ഉറങ്ങുന്ന ഒഞ്ചിയത്തിന്റെ മണ്ണിൽ VS അച്യുതാനന്ദൻ പലതവണ വന്നിട്ടുണ്ടെങ്കിലും 2012 ജൂൺ 2 സന്ദർശനത്തിന് സവിശേഷതകൾ ഏറെയാണ്. സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പിണറായി വിജയനെയും പാർട്ടി സംവിധാനത്തെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്ന VS വന്നിറങ്ങിയത്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പാർട്ടി പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോഴാണ് VS ഒരു കാലത്ത് തന്റെ അനുയായിയായിരുന്ന TPയുടെ വീട്ടിലെത്തിയത്. CPIM MLA ആയിരുന്ന R ശെൽവരാജ് രാജിവെച്ച് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പശ്ചാത്തലത്തിൽ നടക്കുന്ന നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് ദിവസമായിരുന്നു യാത്ര. ഉപതെരഞ്ഞെടുപ്പിനേക്കാൾ വാർത്താ പ്രാധാന്യം ലഭിച്ചത് VSന്റെ യാത്രയ്ക്ക്. കണ്ണൂക്കരയിലെ TPയുടെ വീടിന് സമീപം വന്നിറങ്ങിയ VSനെ നാട്ടുകാരും RMP പ്രവർത്തകരും സ്വീകരിച്ചത് വലിയ ആരവത്തോടെ. മുഴങ്ങിക്കൊണ്ടിരുന്ന മുദ്രാവാക്യം വിളികൾക്ക് നടുവിലൂടെയുള്ള VSന്റെ വരവ് ഇന്നും ജ്വലിച്ചു നിൽക്കുന്ന ഓർമ്മകളാണ്. പാർട്ടി കുലംകുത്തി എന്ന് വിശേഷിപ്പിച്ച ചന്ദ്രശേഖരനെ ധീരനായ കമ്മ്യൂണിസ്റ്റ് എന്ന് VS വിശേഷിപ്പിച്ചപ്പോൾ അതിലപ്പുറം വലിയൊരു അംഗീകാരം ചന്ദ്രശേഖരന് കിട്ടാനില്ല. ചന്ദ്രശേഖരനായിരുന്നു ശരി എന്നത് മറ്റൊരു തെളിവും ആവശ്യമില്ല. മണിക്കൂറുകൾ നീണ്ട നാടകീയ രംഗങ്ങൾ. 51 വെട്ടുകളാൽ ചിതറിയ TPയെ കിടത്തിയ വീട്ടിലേക്ക് VS എത്തി. TPയുടെ ഭാര്യ KK രമയ്ക്കും മകനും മാതാവ് പത്മിനി അമ്മയ്ക്കും മുമ്പിൽ VS കൈകൂപ്പി നിന്നു. തൊഴുകരങ്ങൾ പിടിച്ച രമ VSന്റെ ചുമലിലേക്ക് മുഖം താഴ്ത്തി പൊട്ടിക്കരഞ്ഞു. രമയെ ചേർത്തുപിടിച്ച് വിതുമ്പലടക്കി നിന്ന VSന്റെ ദൃശ്യങ്ങൾ എന്നും മായാത്ത ഓർമ്മ. പൂർണ്ണമായിട്ടും ഇരുട്ടാണ്, മുന്നിലൊന്നുമില്ല, ശൂന്യതയായിരുന്നു. എന്ത് ചെയ്യണമെന്ന് പോലും നിശ്ചയമില്ലാത്ത പകച്ചുപോയ ദിവസങ്ങളിലാണ് VS വരുന്നത്. അപ്പം VS വന്ന് VSനോട് കാര്യങ്ങൾ മുഴുവൻ തുറന്ന് സംസാരിച്ചപ്പോൾ കിട്ടിയൊരു ധൈര്യവും മുന്നോട്ട് പോകാനുള്ള കരുത്തും അത് ഒരിക്കലും വാക്കുകൾ ഒതുക്കാൻ സാധിക്കില്ല, അത് പറയാനേ സാധിക്കില്ല. സംഭവം ഉപതെരഞ്ഞെടുപ്പ് വിധി നിർണ്ണയിക്കുന്നതായി മാറി. നെയ്യാറ്റിൻകര CPIM-ന് നഷ്ടമായി. VSന് നേരെ രൂക്ഷ വിമർശനം ഉയരുകയും ചെയ്തു. ആക്ഷേപങ്ങൾക്കിടയിലും നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാൻ VS തയ്യാറായിരുന്നില്ല. സമീർ C. മുഹമ്മദ്, 24 കോഴിക്കോട്.